സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കാൻ CPM തീരുമാനിച്ചതോടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചിത്രം മാറുകയാണ്. അതിൻ്റെ രൂപത്തിലും ഭാവത്തിലും കാതലായ വ്യതിയാനം സംഭവിക്കുകയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എല്ലാ അർത്ഥത്തിലുമുള്ളൊരു പൊരിഞ്ഞ രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് മാറുകയാണ്. പാർട്ടി ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കുന്നു എന്നത് മാത്രമല്ല CPM തീരുമാനത്തിന്റെ പ്രത്യേകത. അവിടെ നേരത്തെയും ഒരു പാർട്ടി സ്ഥാനാർത്ഥിയെ നിർത്തുന്നതിന് ആലോചിച്ചിരുന്നു, ജില്ലാ പഞ്ചായത്ത് അംഗം ഷെറോൺ റോയിയെ. പക്ഷെ അതൊക്കെ മാറിയിട്ട് ഇന്ന് സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളെ തന്നെ അവിടെ പോരാട്ടത്തിന് നിയോഗിക്കാനാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. സ്വരാജ് ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ്. 2 ടേമായി എറണാകുളം സംസ്ഥാന സമ്മേളനത്തിലാണ് അദ്ദേഹത്തെ സെക്രട്ടേറിയറ്റിലേക്ക് കൊണ്ടുവന്നത്. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ, അവരുടെ യുവ നേതാക്കളിലെ മുൻനിരക്കാരനെ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ CPM ആ ഉപതെരഞ്ഞെടുപ്പിന് നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. 1967 കെ കുഞ്ഞാലി ജയിച്ചതിന് ശേഷം നിലമ്പൂർ മണ്ഡലത്തിൽ നിന്ന് CPMന്റെ ഔദ്യോഗിക ചിഹ്നത്തിൽ ആരും മത്സരിച്ച് ജയിച്ചിട്ടില്ല. പിന്നീട് പലപ്പോഴും CPMന്റെ സ്ഥാനാർത്ഥികൾ അവിടെ മത്സരിച്ചിട്ടുണ്ട്, പക്ഷെ ജയിച്ചിട്ടില്ല. കഴിഞ്ഞ 2 ടേമിലായിട്ട് PV അൻവർ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി സ്വതന്ത്രനായി അവിടെ മത്സരിച്ചു, ജയിച്ചു. 1980 അന്ന് കോൺഗ്രസ് കൂടി ഉൾപ്പെട്ട കോൺഗ്രസ് യു, ആന്റണിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ്, അതുകൂടി ഉൾപ്പെട്ട LDF ആണ് അവിടെ ജയിച്ചത്, ശ്രീ ഹരിദാസ്. പക്ഷെ പിന്നീട് മുൻ ധാരണയുടെ അടിസ്ഥാനത്തിൽ അവിടെ ആര്യാടൻ മുഹമ്മദിനെ മത്സരിപ്പിക്കേണ്ടി വന്നു. അദ്ദേഹവും കോൺഗ്രസ് യുവിൽ നിന്ന് ഉള്ള ആളായിരുന്നു. അദ്ദേഹവും അവിടെ പിന്നീട് ജയിച്ചു. ഇപ്പോഴിതാ വീണ്ടും സ്വന്തം ചിഹ്നത്തിൽ എല്ലാ അർത്ഥത്തിലും ഒരു CPM സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിക്കാനുള്ള സാധ്യതകൾ അന്വേഷിക്കുകയാണ് CPM നേതൃത്വം. സത്യം പറഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിന് വലിയ വിജയസാധ്യതകളൊന്നും CPM കൽപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊതു സ്വീകാര്യനായ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരുന്നത്. ഫുട്ബോൾ താരം യു ഷറഫലിയെ വരെ അവർ പരിഗണിച്ചതാണ്. പിന്നീട് ഏറ്റവും അവസാനം നിലമ്പൂർ ജില്ലാ ആശുപത്രിയുടെ സൂപ്രണ്ടായ ഡോക്ടർ ഷിജാസ് ബാബുവിലാണ് ആ അന്വേഷണം എത്തി നിന്നത്. ഇനി CPM ചിഹ്നത്തിൽ ഒരാളെ മത്സരിപ്പിക്കാനാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ ഷെറോൺ റോയി അവരെയും ആലോചിച്ചു. പക്ഷെ ഇപ്പൊ ഏറ്റവും അവസാനം UDF നടക്കുന്ന ഈ കുളങ്കലക്കല് കണ്ടപ്പോൾ, അവിടെ നിരന്തരം എന്നോണം വർദ്ധിച്ചു വരുന്ന അന്തഛിദ്രം മനസ്സിലാക്കിയപ്പോൾ ഒരു മികച്ച സ്ഥാനാർത്ഥിയെ, ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയാൽ വിജയിക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എം സ്വരാജിനെ തന്നെ അവിടേക്ക് പാർട്ടി നിയോഗിക്കുന്നത്. എം സ്വരാജ് പുറത്തുനിന്നുള്ള ആളൊന്നുമല്ല, നിലമ്പൂർകാരൻ തന്നെയാണ്. അവിടെ ജനിച്ചു വളർന്ന ആളാണ്. നേരത്തെ തൃപ്പൂണിത്തുറയിൽ നിന്ന് ജയിച്ചിട്ടുള്ള ആളാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം കെ ബാബുവിനോട് അവിടെ പരാജയപ്പെടുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം വീണ്ടും സ്വന്തം നാട്ടിൽ പാർട്ടിയുടെ അഭിമാന പോരാട്ടത്തിന് നേതൃത്വം നൽകാൻ വരികയാണ്. നിലമ്പൂരിൽ UDFന്റെ കളം കലങ്ങി മറിഞ്ഞതോടെയാണ് അവിടെ ഒരു വിജയത്തിന്റെ നേരിയ സൂചന CPMന് ലഭിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ തന്നെ നിലമ്പൂരിൽ UDFന് അസ്വാരസ്യങ്ങൾ അരങ്ങേറി തുടങ്ങിയിരുന്നു. അവർക്ക് നേരത്തെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനും അവതരിപ്പിക്കാനും സാധിച്ചു, അതൊരു കാര്യം. പക്ഷേ അവിടെ PV അൻവർ UDFനൊപ്പം നിൽക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന അൻവർ, അദ്ദേഹം ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിലാണെന്നാണ് പറയുന്നത്. ആ പാർട്ടിക്ക് കേരളത്തില് എത്രത്തോളം വേരുകളുണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം നേരത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളായിരിക്കണം എന്നൊരു നിബന്ധന വെച്ചു. അത് അംഗീകരിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. VS ജോയിയാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. പക്ഷെ ആര്യാടൻ ഷൗക്കത്തിനെ കോൺഗ്രസ് നിശ്ചയിച്ചു. അത് PV അൻവർ ഒരു ശത്രുവായി കാണുന്ന ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് അദ്ദേഹത്തെ അംഗീകരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അതൊരു വലിയ സംഘർഷത്തിലേക്ക് വളർന്നു. VD സതീശനെതിരായിട്ട് നിരന്തരം പ്രസ്താവനകൾ ഇറക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടായി. 2 കൂട്ടരും അണുവിട അയയാനില്ല എന്നൊരു തലത്തിലേക്ക് കാര്യങ്ങൾ എത്തി. ഇന്നലെ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കൾ ചേർന്നിട്ട് വേണ്ടി വന്നാൽ അവിടെ അൻവറിനെ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ UDF ആകെ കലങ്ങി മറിഞ്ഞ് തങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ എം സ്വരാജിനെ അവിടെ മത്സരിപ്പിക്കാനായിട്ട് CPM തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നലെ ഒരു പത്രസമ്മേളനത്തില് പിണറായി വിജയൻ തന്നെ അതിന്റെ ഒരു സൂചന
നൽകിയിരുന്നു. വേണമെങ്കിൽ അതിനൊരു സൂചനയായിട്ട് എടുക്കാമായിരുന്നു. അതായത് PV അൻവറിനെ ഒരു കറിവേപ്പില പോലെ UDF ആവശ്യം കഴിഞ്ഞപ്പോൾ എടുത്ത് പുറത്തു കളഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ അൻവറിനെ ഉപയോഗിച്ചിരുന്ന ആളാണ്, നന്നായിട്ട് ഉപയോഗിച്ച ആളാണ് പിണറായി വിജയൻ. അൻവറിന്റെ കറിവേപ്പിലയിട്ട് താളിച്ച കൂട്ടാൻ കൂട്ടി കറി ഒഴിച്ച് നല്ലതുപോലെ ഉണ്ടിട്ടുണ്ട് നമ്മുടെ പിണറായി വിജയൻ. പക്ഷെ ആവശ്യം കഴിഞ്ഞപ്പോൾ അദ്ദേഹം PV അൻവറിനെ അങ്ങോട്ട് മാറ്റി നിർത്തി. ഇപ്പോൾ UDF അദ്ദേഹത്തെ എടുത്ത് പുറത്ത് കളഞ്ഞിരിക്കുന്നു എന്നാണ് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ പരിഹസിച്ചത്. ഇപ്പോഴിതാ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു പുതിയ മാനം സമ്മാനിച്ചുകൊണ്ട് അവിടേക്ക് M സ്വരാജിനെ നിയോഗിച്ചിരിക്കുകയാണ്. പക്ഷെ UDFിലെ അന്തരീക്ഷം ഇപ്പോഴും പഴയതുപോലെ തുടരുകയാണ്. നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കുമ്പോഴും വൈകുന്നേരം UDFിന്റെ നേതൃയോഗം ചേരുന്നുണ്ട്. അതിലെന്താണ് തീരുമാനമുണ്ടാവുക എന്നറിയില്ല. പക്ഷേ വേണ്ടി വന്നാൽ മത്സരിക്കും എന്നുള്ളൊരു തീരുമാനത്തിൽ അൻവർ നിൽക്കുകയാണ്. അദ്ദേഹം UDFിന്റെ ചെയർമാനും പ്രതിപക്ഷ നേതാവുമായ VD സതീശനെ വെല്ലുവിളിക്കുന്നു. സതീശൻ തന്റെ UDF പ്രവേശനത്തിന് തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറയുന്നു. അതിലൊരു പ്രത്യേകതയുണ്ട്, അതിലൊരു രാഷ്ട്രീയമുണ്ട്. തന്നെ ഒരാളുടെ UDF പ്രവേശനം തടയുന്നതിന് VD സതീശൻ തയ്യാറാകുന്നു എന്ന് പറയുമ്പോൾ താനെന്തോ വലിയ സംഭവമാണ് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു ശൈലി അല്ലെങ്കിൽ ഒരു തന്ത്രം. അതുപോലെ തന്നെ അദ്ദേഹം സ്വയം TP ചന്ദ്രശേഖരനും അബ്ദുൽ നാസർ മദനിയുമായിട്ട് സാമ്യപ്പെടുത്തുന്നു, താരതമ്യം ചെയ്യുന്നു. അങ്ങനെ UDFിൽ അന്തരീക്ഷമാകെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോഴാണ് LDF അല്ലെങ്കിൽ CPM അവിടെ വിജയപ്രതീക്ഷ കാണുന്നത്. M സ്വരാജ് CPMന്റെ സ്ഥാനാർത്ഥിയായി വരുന്നതോടെ PV അൻവറിനോടുള്ള UDFിന്റെ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ? അതോ UDFിന്റെ സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തിനെ അംഗീകരിക്കുകയും അതുപോലെ തന്നെ VD സതീശനെതിരായിട്ട് അദ്ദേഹം നടത്തിയ പ്രസ്താവനകളിൽ നിന്ന് പിന്മാറുകയും ചെയ്താൽ മാത്രമേ അൻവറിനെ UDFിൽ എടുക്കുകയുള്ളൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുമോ? ഇതൊക്കെ ഇനിയും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒരുപക്ഷെ M സ്വരാജ് സ്ഥാനാർത്ഥിയായി വരുന്നതോടെ അൻവർ അദ്ദേഹത്തിന് അനുകൂലമായ ചില നീക്കുപോക്കുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവണം. ഇവിടെ ഇപ്പോൾ NDA എന്ത് നിലപാടെടുക്കുന്നു, BJP എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. BJPക്ക് അവിടെ മത്സരിക്കാൻ താല്പര്യമില്ല. ഈ ഉപതെരഞ്ഞെടുപ്പിന് ഒരു വലിയ പ്രാധാന്യം അവർ കൽപ്പിക്കുന്നുമില്ല. അതുകൊണ്ട് BDJS മത്സരിച്ചോട്ടെ, ഞങ്ങൾക്ക് വേണ്ടാത്തത്, BJPക്ക് വേണ്ടാത്തത് അതൊക്കെ BDJS ചുമന്നോട്ടെ എന്നാണ് ഇപ്പോൾ BJP പറയുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ രാജീവ് ചന്ദ്രശേഖറാണ്, അല്ലാതെ K സുരേന്ദ്രനൊന്നും അല്ല. ഏത് ഉപതെരഞ്ഞെടുപ്പ് വന്നാലും അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തണമെന്നൊന്നും രാജീവ് ചന്ദ്രശേഖരന് വലിയ നിർബന്ധമൊന്നുമില്ല. അദ്ദേഹം നല്ല ഒന്നാം തരം കച്ചവടക്കാരനാണ്, ബിസിനസ്സുകാരനാണ്. അദ്ദേഹം 10 രൂപക്കും 15 രൂപയെങ്കിലും തിരിച്ചു കിട്ടണം. കുറഞ്ഞ വർഷം 10 രൂപ മുതൽ മുടക്കെങ്കിലും തിരികെ വരണം. അങ്ങനെ ചിന്തിക്കുന്ന ആളാണ്. വെറുതെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മത്സരിച്ച് സമയവും അധ്വാനവും കാശും ചെലവഴിച്ചിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. 2021 തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ BJPക്ക് 8595 വോട്ട് ലഭിച്ചതാണ്. ഒരു വലിയ വോട്ടൊന്നും അല്ലെങ്കിലും 8500 വോട്ടെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഇവിടെ ഇപ്പോ BJP മത്സരിക്കുന്നില്ല, BDJS ആണ് മത്സരിക്കുന്നത്. BDJS ഒരു പേരിന് വേണ്ടി ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ഒരു സാധാരണ സ്വതന്ത്രനെയൊക്കെ മത്സരിപ്പിക്കുന്നത് പോലെ. അല്ലെ, BDJS മത്സരിക്കുന്നില്ല, ഈ തെരഞ്ഞെടുപ്പിനെ NDA കാര്യമായിട്ട് എടുക്കുന്നില്ല. അത്തരമൊരു സാഹചര്യം ഉണ്ടായാൽ ഈ 8595 വോട്ട് എവിടെ പോകും? അത് ആർക്കെങ്കിലും കൊടുക്കാമെന്ന്, നൽകാമെന്ന് എന്തെങ്കിലും കരാറോ ധാരണയോ ആയിട്ടുണ്ടോ? ഈ 8500 വോട്ടിൽ സ്വാഭാവികമായും നേരത്തെ UDFിനും കോൺഗ്രസിനും ഒക്കെ കിട്ടിയ കുറെ വോട്ടുകൾ ഉണ്ടാവാം, പിന്നീട് BJPയിലേക്ക് ചാഞ്ഞു പോയതാവാം. അവിടെ കൃത്യമായിട്ട് BJPക്ക് NDAക്ക് ഒരു സ്ഥാനാർത്ഥി ഇല്ല എന്ന സാഹചര്യം വന്നാൽ ആ വോട്ടുകൾ UDFിന്റെ അല്ലെങ്കിൽ UDFിന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കുമോ? അതോ ഈ വോട്ടുകൾ അതിന്റെ നല്ല ശതമാനവും LDFിന് പോകുമോ? ഇത് തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ നിർണ്ണയിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കും. ഏതായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഒരു തീവാർന്ന പോരാട്ടത്തിലേക്ക് മാറുകയാണ്. BJPയുടെ അല്ലെങ്കിൽ NDAയുടെ അസാന്നിധ്യമോ അല്ലെങ്കിൽ നാമമാത്രമായ സാന്നിധ്യമോ അത് ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകാൻ പോവുകയാണ്. കോരിച്ചൊരിയുന്ന ഈ പെരുമഴക്കാലത്ത് നമുക്ക് നിലമ്പൂരിൽ തീവാർന്ന ഒരു പോരാട്ടം പ്രതീക്ഷിക്കാം.